ആദിയിൽ വചനമുണ്ടായിരുന്നു, വചനം ദൈവത്തോടു കൂടിയായിരുന്നു, വചനം ദൈവമായിരുന്നു. അവൻ ആദിയിൽ ദൈവത്തോടു കൂടിയായിരുന്നു. സമസ്തവും അവനിലൂടെ ഉണ്ടായി, ഒന്നും അവനെ കൂടാതെ ഉണ്ടായിട്ടില്ല. അവനിൽ ജീവനുണ്ടായിരുന്നു, ആ ജീവൻ മനുഷ്യരുടെ വെളിച്ചമായിരുന്നു. ആ വെളിച്ചം ഇരുളിൽ പ്രകാശിക്കുന്നു, അതിനെ കീഴടക്കുവാൻ ഇരുളിന് കഴിഞ്ഞില്ല. തൻ്റെ പ്രബോധനങ്ങളാൽ നമ്മെ ജ്ഞാനികളാക്കുന്ന സകലത്തിൻ്റെയും നാഥനായ ദൈവം വാഴ്ത്തപ്പെട്ടവനാകട്ടെ. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, അങ്ങയുടെ ജീവദായകവും ദൈവീകവുമായ തിരുവചനങ്ങളുടെ മധുരസ്വരം ശ്രവിക്കുന്നതിനും ഗ്രഹിക്കുന്നതിനും ഞങ്ങളുടെ ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വിശുദ്ധമായ പ്രബോധനത്താൽ ഞങ്ങളെ ജ്ഞാനികളാക്കണമേ. ഞങ്ങളുടെ ഇരുളടഞ്ഞ ജീവിതത്തെ അങ്ങയുടെ വചന വെളിച്ചത്താൽ പ്രകാശിപ്പിക്കണമേ. അങ്ങയുടെ വചനങ്ങളാൽ ഞങ്ങളുടെ മനസ്സിനെ ജ്വലിപ്പിക്കണമേ. ആമേൻ. വർഷം കൊണ്ട് സമ്പൂർണ്ണ ബൈബിൾ വായന 203 ദിവസം, ശിക്ഷയും രക്ഷയും. ഇന്നേ ദിവസം നമ്മൾ ഏശയ്യായുടെ പുസ്തകം 25, 26, 27 അധ്യായങ്ങൾ, ഹബഹൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം, സുഭാഷിതങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വചനങ്ങൾ എന്നിവ വായിക്കുന്നു. ദൈവം മുൻകാലങ്ങളിൽ ചെയ്ത കാര്യങ്ങൾക്കും വരുംകാലങ്ങളിൽ ചെയ്യാൻ പോകുന്ന കാര്യങ്ങൾക്കും വേണ്ടി യെശയ്യാ പ്രവാചകൻ ദൈവത്തെ സ്തുതിക്കുന്നതും ദൈവം തരാൻ പോകുന്ന മനോഹരമായ ഒരു വിരുന്നിനെക്കുറിച്ചും യെശയ്യായുടെ പുസ്തകത്തിൽ നാം വായിക്കുന്നു. ദിവസത്തിലെ പല സന്ദർഭങ്ങളിൽ, പല സാഹചര്യങ്ങളിൽ ഒരു നിമിഷം കണ്ണും പൂട്ടി നമ്മുടെ ദൈവത്തെ ഓർക്കാൻ, അവനിൽ ഹൃദയം ഉറപ്പിക്കാൻ, അങ്ങനെ സമാധാന തികവിൽ ജീവിക്കാൻ നമുക്ക് കഴിയട്ടെ എന്ന് പ്രാർത്ഥിക്കാം. യെശയ്യായുടെ പുസ്തകം 25-ാം അധ്യായം, കൃതജ്ഞതാഗീതം. കർത്താവേ, അങ്ങാണ് എൻ്റെ ദൈവം, ഞാൻ അങ്ങയെ പുകഴ്ത്തും, അങ്ങയുടെ നാമത്തെ സ്തുതിക്കും. എന്നാൽ പണ്ട് മുതലേ ഉണ്ടായിരുന്ന പദ്ധതികൾ, വിശ്വസ്തവും സത്യസന്ധവുമായ വൻകാര്യം അങ്ങ് നിറവേറ്റിയിരിക്കുന്നു. കാരണം നഗരത്തെ അങ്ങ് നാശകൂമ്പാരമാക്കി, സുരക്ഷിത നഗരത്തെ ശൂന്യമാക്കി, വിദേശികളുടെ കോട്ടകൾ നഗരമല്ലാതായി. അത് ഇനിമേൽ പണിയപ്പെടുകയില്ല. അതിനാൽ പ്രബല ജനതകൾ അങ്ങയെ മഹത്വപ്പെടുത്തും, ഭീകര ജനതകളുടെ നഗരങ്ങൾ അങ്ങയെ ഭയപ്പെടും. നിശ്ചയമായും അങ്ങ് പാവപ്പെട്ടവർക്ക് കോട്ടയും ദരിദ്രൻ്റെ ദുരിതത്തിൽ നിന്ന് അവന് സുരക്ഷിത സങ്കേതവുമാണ്. പേമാരിയിൽ അഭയവും കൊടുംവെയിലിൽ തണലും. എന്നാൽ കോട്ടയ്ക്കെതിരെ ചീറിയടിക്കുന്ന പേമാരി പോലെയാണ് നീചൻ. വരണ്ട നിലത്തെ ഉഷ്ണമെന്ന പോലെ അന്യരുടെ ആരവത്തെ അങ്ങ് അടക്കിക്കളയും. കാർമേഘത്തണലിൽ വെയിലെന്ന പോലെ ക്രൂരന്മാരുടെ വിജയഗാനം അങ്ങ് ഇല്ലാതാക്കും. കർത്താവിൻ്റെ വിരുന്ന്. സർവ്വജനതകൾക്കും വേണ്ടി ഈ മലയിൽ സൈന്യങ്ങളുടെ കർത്താവ് മൃഷ്ടഭോജനങ്ങൾ കൊണ്ടും മട്ടൂറിയ വീഞ്ഞുകൊണ്ടും ഒരു വിരുന്നൊരുക്കും. മജ്ജയും കൊഴുപ്പുമുറ്റിയ വിഭവങ്ങളും മേൽത്തരം വീഞ്ഞും. സർവ്വജനതകളെയും മറച്ചിരിക്കുന്ന ആവരണം സർവ്വജനതകളുടെ മേൽ വിരിക്കപ്പെട്ടിരിക്കുന്ന മൂടുപടം ഈ മലയിൽ വെച്ച് അവിടുന്ന് നീക്കിക്കളയും. അവിടുന്ന് മരണത്തെ എന്നേക്കുമായി ഗ്രസിക്കും. എല്ലാ മുഖങ്ങളിൽ നിന്നും നാഥനായ കർത്താവ് കണ്ണീർ തുടച്ചു മാറ്റും. തൻ്റെ ജനത്തിൻ്റെ അവമാനം ഭൂമിയിൽ എല്ലായിടത്തു നിന്ന് അവിടുന്ന് നീക്കിക്കളയും. കർത്താവ് നിശ്ചയമായും അരുൾ ചെയ്തിരിക്കുന്നു. അന്ന് അവർ ഇങ്ങനെ പറയും, ഇതാണ് നമ്മുടെ ദൈവം, നമ്മെ രക്ഷിക്കുമെന്ന് നാം പ്രത്യാശയർപ്പിച്ചത് അവിടുന്നിലാണ്. ഇതാണ് കർത്താവ്, അവിടുന്നിലാണ് നാം പ്രത്യാശയർപ്പിച്ചത്. അവിടുത്തെ രക്ഷയിൽ നമുക്ക് സന്തോഷിച്ചുല്ലസിക്കാം. കാരണം കർത്താവിൻ്റെ കരം ഈ മലയിൽ വിശ്രമിക്കും. ചാണകക്കുഴിയിൽ വൈക്കോൽ മെതിക്കപ്പെടുന്ന പോലെ മോവാബ് അവൻ്റെ കീഴിൽ ചവിട്ടി മെതിക്കപ്പെടും. നീന്തൽക്കാരൻ നീന്താൻ കൈവിരിക്കുന്നത് പോലെ അതിൻ്റെ മധ്യത്തിൽ അവൻ കൈവിരിക്കും. എന്നാൽ അവിടുന്ന് അവൻ്റെ അഹങ്കാരവും കരങ്ങളുടെ സാമർഥ്യവും ഒന്നിച്ച് നശിപ്പിക്കും. നിൻ്റെ ഉന്നതമായ കോട്ടകളുടെ മതിലുകളെല്ലാം അവിടുന്ന് തള്ളിയിടുകയും നിലത്ത് വീഴിക്കുകയും പൊടിയോളം തകർത്ത് കളയുകയും ചെയ്യും. യെശയ്യായുടെ പുസ്തകം 26-ാം അധ്യായം, വിജയഗീതം. അന്ന് യൂദയാദേശത്ത് ഈ കീർത്തനം ആലപിക്കപ്പെടും. നമുക്ക് പ്രബലമായ ഒരു നഗരമുണ്ട്, രക്ഷയ്ക്ക് വേണ്ടി അവിടുന്ന് കോട്ടയും പ്രകാരവും സ്ഥാപിച്ചിരിക്കുന്നു. വിശ്വസ്തത പുലർത്തുന്ന നീതിനിഷ്ഠമായ ജനതയ്ക്ക് പ്രവേശിക്കാൻ നിങ്ങൾ വാതിലുകൾ തുറക്കുവിൻ. അങ്ങിൽ മനസ്സുറപ്പിച്ചിരിക്കുന്നവനെ അങ്ങ് സമാധാന തികവിൽ സംരക്ഷിക്കുന്നു.
തീർച്ചയായും അങ്ങിലാണ് ആശ്രയം. കർത്താവിൽ എന്നേക്കും ആശ്രയിക്കുവിൻ. എന്തെന്നാൽ തമ്പുരാൻ കർത്താവാണ്, ശാശ്വതമായ ശില. ഉന്നത നഗരത്തിൽ ഉയരത്തിൽ വസിക്കുന്നവരെ അവിടുന്ന് താഴെ ഇറക്കി. അവിടുന്ന് അത് നശിപ്പിച്ചു, നിലംപറ്റ് നശിപ്പിച്ചു, പൊടിയോളം താഴ്ത്തി. പാദങ്ങൾ ദരിദ്രരുടെ പാദങ്ങളും അഗതികളുടെ കാലുകളും അത് ചവിട്ടിമെതിക്കുന്നു. നീതിമാൻ്റെ മാർഗം ഋജുവാണ്, നീതിമാൻ്റെ വഴികൾ അവിടുന്ന് ഋജുവാക്കുന്നു. കർത്താവെ, അങ്ങയുടെ ന്യായവിധിയുടെ പാതയിൽ ഞങ്ങൾ അങ്ങയെ കാത്തിരുന്നു. അങ്ങയുടെ നാമവും അങ്ങയുടെ ഓർമ്മയുമാണ് ഞങ്ങളുടെ ആത്മാഭിലാഷം. എൻ്റെ ആത്മാവ് രാത്രിയിൽ അങ്ങേയ്ക്കായി ദാഹിക്കുന്നു. എൻ്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ അങ്ങയെ തേടുന്നു. എന്തെന്നാൽ ഭൂമിയിൽ അങ്ങയുടെ ന്യായവിധിയുള്ളപ്പോഴാണ് ഭൂവാസികൾ നീതി പരിശീലിക്കുന്നത്. ദുഷ്ടനോട് കാരുണ്യം കാണിച്ചാലും അവൻ നീതി പരിശീലിക്കുകയില്ല. സത്യസന്ധതയുടെ ദേശത്ത് അവൻ തിന്മ പ്രവർത്തിക്കും. അവൻ കർത്താവിൻ്റെ മഹത്വം ദർശിക്കുകയില്ല. കർത്താവെ, അങ്ങയുടെ കരം ഉയർന്നിരിക്കുന്നെങ്കിലും അവർ അത് കാണുകയില്ല. ജനത്തിൻ്റെ തീക്ഷ്ണത അവർ കാണുകയും ലജ്ജിതരാവുകയും ചെയ്യും. അങ്ങയുടെ ശത്രുക്കൾക്ക് വേണ്ടിയുള്ള അഗ്നി അവരെ ദഹിപ്പിച്ചു കളയും. കർത്താവെ, അങ്ങ് ഞങ്ങൾക്ക് ഐശ്വര്യം നൽകും. എന്തെന്നാൽ ഞങ്ങളുടെ പ്രവൃത്തികളെല്ലാം ഞങ്ങൾക്കായി അങ്ങാണ് ചെയ്തത്. ഞങ്ങളുടെ ദൈവമായ കർത്താവെ, അങ്ങല്ലാതെ മറ്റധിപന്മാർ ഞങ്ങളെ ഭരിച്ചിട്ടുണ്ട്. എന്നാൽ അങ്ങയുടെ നാമം, അങ്ങയെ മാത്രം ഞങ്ങൾ അനുസ്മരിക്കും. അവർ മരിച്ചവരാണ്, ഇനി ജീവിക്കുകയില്ല. അവർ മൃതരായവരാണ്, ഇനി എഴുന്നേൽക്കുകയില്ല. അത്രത്തോളം അവിടുന്ന് അവരെ ശിക്ഷിച്ചു, അവരെ നശിപ്പിച്ചു. അവരുടെ സ്മരണകളെല്ലാം ക്ഷയിച്ചുപോയി. അങ്ങ് ഈ ജനത്തെ വർദ്ധിപ്പിച്ചിരിക്കുന്നു. കർത്താവെ, ഈ ജനത്തെ വർദ്ധിപ്പിച്ച് അങ്ങ് മഹത്വപൂർണനായിരിക്കുന്നു. ദേശത്തിൻ്റെ അതിർത്തികളെല്ലാം അങ്ങ് വിസ്തൃതമാക്കിയിരിക്കുന്നു. കർത്താവെ, കഷ്ടതകളിൽ അവർ അങ്ങയെ അന്വേഷിച്ചു. അങ്ങ് അവരെ ശിക്ഷിച്ചപ്പോൾ അവർ അങ്ങയോട് പ്രാർത്ഥിച്ചു. പ്രസവമെടുക്കുമ്പോൾ വേദനിച്ച് തൻ്റെ വേദനയിൽ കരയുന്ന ഗർഭിണിയെപ്പോലെയായിരുന്നു കർത്താവെ അവർ അങ്ങയുടെ മുമ്പിൽ. ഞങ്ങൾ ഗർഭം ധരിച്ച് പ്രസവവേദനയാൽ പുളഞ്ഞു. അത് ഞങ്ങൾ കാറ്റിനെ പ്രസവിക്കുന്നത് പോലെയായിരുന്നു. ദേശത്തെ രക്ഷിക്കാൻ ഞങ്ങൾക്ക് കഴിഞ്ഞില്ല. ലോകവാസികൾ തകർന്നതുമില്ല. അങ്ങയുടെ ജീവൻ, അങ്ങയുടെ മരിച്ചവർ ജീവിക്കും. അവരുടെ ശരീരം ഉയർത്തെഴുന്നേൽക്കും. പൂഴിയിൽ വസിക്കുന്നവരെ ഉണർന്ന് സന്തോഷിച്ച് ആർത്തു വിളിക്കുവിൻ. കാരണം അങ്ങയുടെ ഹിമഗണം പ്രകാശത്തിൻ്റെ തുഷാര ബിന്ദുവാണ്. ഭൂമി മൃതരെ ജീവിപ്പിക്കും. ശിക്ഷയും രക്ഷയും. എൻ്റെ ജനമേ, പോയി മുറിയിൽ പ്രവേശിച്ച് നിങ്ങളുടെ പിന്നിൽ വാതിലടയ്ക്കുവിൻ. ക്രോധം കടന്നു പോകുന്നതുവരെ അല്പസമയത്തേക്ക് നിങ്ങൾ മറഞ്ഞിരിക്കുവിൻ. എന്തെന്നാൽ ഇതാ, ഭൂവാസികളെ അവരുടെ അകൃത്യങ്ങളെ പ്രതി ശിക്ഷിക്കാൻ കർത്താവ് തൻ്റെ വിശുദ്ധ സ്ഥലത്തു നിന്ന് പുറപ്പെടുന്നു. ഭൂമി തൻ്റെ രക്തച്ചൊരിച്ചിൽ വെളിപ്പെടുത്തും. തൻ്റെ വധിക്കപ്പെട്ടവരെ ഇനിയും അവൾ മറച്ചുവെക്കുകയില്ല. യേശയ്യായുടെ പുസ്തകം 27-ാം അധ്യായം. തൻ്റെ വലുതും അതിശക്തവുമായ കഠിന ഖഡ്ഗം കൊണ്ട് പറക്കും സർപ്പമായ ലെവിയാഥാനുമേൽ, വഞ്ചക സർപ്പമായ ലെവിയാഥാനുമേൽ അന്ന് കർത്താവ് ശിക്ഷ നടപ്പാക്കും. സമുദ്രത്തിലെ വ്യാളത്തെ അവിടുന്ന് കൊന്നുകളയും. മനോഹരമായ മുന്തിരിത്തോട്ടത്തെക്കുറിച്ച് അന്ന് നിങ്ങൾ പാടുവിൻ. കർത്താവായ ഞാനാണ് അതിൻ്റെ സൂക്ഷിപ്പുകാരൻ. ഞാൻ അതിനെ നിരന്തരം നനയ്ക്കും. ആരും നശിപ്പിക്കാതിരിക്കാൻ ഞാൻ അതിന് രാപകൽ കാവൽ നിൽക്കും. എനിക്ക് ക്രോധമില്ല. എനിക്കായി ആരെങ്കിലും മുള്ളുകളും മുൾച്ചെടികളും ഒരുക്കിയാൽ ഞാൻ അതിനെതിരെ പട നയിക്കും. ഞാൻ അവയെ ഒന്നിച്ചു ദഹിപ്പിക്കും. അല്ലെങ്കിൽ അവൻ എൻ്റെ സംരക്ഷണം തേടട്ടെ. അവൻ എന്നോട് സമാധാനം സ്ഥാപിക്കട്ടെ. സമാധാനം എന്നോട് സ്ഥാപിക്കട്ടെ. ഭാവിയിൽ യാക്കോബ് വേരുപിടിക്കും. ഇസ്രായേൽ പുഷ്പിക്കുകയും ശാഖകൾ വിരിക്കുകയും ചെയ്യും. ലോകമാകെ ഫലം കൊണ്ട് നിറയും. അവനെ പ്രഹരിച്ചവരുടെ പ്രഹരം പോലെയാണോ അവിടുന്ന് അവരെ പ്രഹരിച്ചത്? അവൻ്റെ ഘാതകരുടെ ഹത്യ പോലെയാണോ അവിടുന്ന് ഹിംസിച്ചത്? അവിടുന്ന് അവരെ പ്രവാസത്തിലയച്ച് പടിപടിയായി ശിക്ഷിച്ചു. കിഴക്കൻ കാറ്റിൻ്റെ നാളിൽ തൻ്റെ കൊടുങ്കാറ്റിൽ അവിടുന്ന് അവരെ നീക്കം ചെയ്തു. അതുകൊണ്ട് യാക്കോബിൻ്റെ പാപം ഇതിൽ പ്രഹരിക്കപ്പെടും. അവൻ്റെ പാപമോചനത്തിൻ്റെ പൂർണ്ണഫലം ഇതാണ്. ചുണ്ണാമ്പ് കല്ലുപോലെ അവൻ ബലിപീഠത്തിൻ്റെ കല്ലുകൾ പൊടിച്ചു കളയുമ്പോൾ അക്ഷോരാകളും ധൂപപീഠങ്ങളും ഉയർന്നു വരികയില്ല. എന്തെന്നാൽ ബലിഷ്ഠനഗരം ഏകാന്തവും വിജനവും, വാസസ്ഥലം മരുഭൂമി പോലെ വിജനവുമായിരിക്കുന്നു. അവിടെ കാളക്കിടാവ് മേഞ്ഞു നടക്കും.
അവിടെ അത് വിശ്രമിക്കും. അവിടുത്തെ ഓരോ പൊടിപ്പും അത് തീർത്തു കളയും. അതിൻ്റെ ശാഖകൾ ഉണങ്ങുമ്പോൾ ഒടിഞ്ഞു പോകുന്നു. സ്ത്രീകൾ വന്ന് അത് കത്തിക്കുന്നു. എന്തെന്നാൽ വിവേകമില്ലാത്ത ഒരു ജനമാണിത്. അതിനാൽ അവരുടെ സ്രഷ്ടാവിന് അവരുടെ മേൽ കാരുണ്യമുണ്ടാവുകയില്ല. അവർക്ക് രൂപം നൽകിയവൻ അവരിൽ പ്രസാദിക്കുകയുമില്ല. അന്ന് നദി മുതൽ ഈജിപ്ത് തോടുവരെ കർത്താവ് കറ്റമെതിക്കും. ഇസ്രായേലിലെ നിങ്ങളെ ഓരോരുത്തരെയായി അവിടുന്ന് ശേഖരിക്കും. അന്ന് അവിടുന്ന് ഒരു വലിയ കാഹളം മുഴക്കും. അസീറിയ ദേശത്ത് നഷ്ടപ്പെട്ടവരും ഈജിപ്ത് ദേശത്തേക്ക് തുരത്തപ്പെട്ടവരും വന്ന് ജെറൂസലേമിലെ വിശുദ്ധഗിരിയിൽ കർത്താവിനെ ആരാധിക്കും. ഹബഹൂക്കിൻ്റെ പുസ്തകം 3-ാം അധ്യായം. പ്രവാചകൻ്റെ പ്രാർത്ഥന. ഹബഹൂക്ക് പ്രവാചകൻ്റെ പ്രാർത്ഥന. ഷിക്നോയനാത്ത് രാഗത്തിൽ. കർത്താവെ, അങ്ങയുടെ ശ്രുതി ഞാൻ കേട്ടു. കർത്താവെ, ഞാൻ അങ്ങയുടെ പ്രവൃത്തി കണ്ടു. ഈയുള്ളവൻ്റെ ജീവിത വത്സരങ്ങൾക്കുള്ളിൽ, അങ്ങ് അറിയിച്ച വർഷങ്ങൾക്കുള്ളിൽ കുപിതനായിരിക്കുമ്പോഴും അങ്ങ് കരുണ കാണിക്കാൻ ഓർക്കണമേ. സർവേശ്വരൻ തേമാനിൽ നിന്ന്, പരിശുദ്ധൻ പാറാൻ പർവ്വതത്തിൽ നിന്ന് വരട്ടെ. സലാം. അവിടുത്തെ പ്രതാപം ആകാശങ്ങൾ മൂടി. അവിടുത്തെ സ്തുതി ഭൂമി നിറഞ്ഞു. ശോഭ പ്രകാശം പോലെ ആയിരിക്കും. അതിനുള്ള രശ്മികൾ അവിടുത്തെ കരങ്ങളിൽ നിന്ന്. അവിടെയാണ് അവിടുത്തെ ശക്തിയുടെ ഒളിസ്ഥലം. വസന്ത അവിടെ എത്തും മുമ്പേ നീങ്ങുന്നു. മഹാമാരി അവിടുത്തെ കാലുകളെ ഉരുമ്മിപ്പുറപ്പെടുന്നു. അവിടുന്ന് നിന്നിട്ട് ഭൂമിയെ അളന്നു, ജനതകളെ നോക്കി വിറപ്പിക്കുന്നു. അപ്പോൾ നിത്യപർവ്വതങ്ങൾ ഛിന്നഭിന്നമാക്കപ്പെടുന്നു, ശാശ്വതഗിരികൾ മുങ്ങിപ്പോകുന്നു. ശാശ്വതമായ എഴുന്നള്ളത്തുകളാണ് അവിടത്തേക്കുള്ളത്. കുഷാൻ്റെ കൂടാരങ്ങൾ ദുരിതത്തിലാഴുന്നത് ഞാൻ കണ്ടു. മിദിയാൻ ദേശത്തിൻ്റെ തിരശീലകൾ ഉലയുന്നു. കർത്താവ് കോപിക്കുന്നത് നദികൾക്കെതിരെയാണോ? അങ്ങ് അങ്ങയുടെ കുതിരപ്പുറത്തും രക്ഷ അങ്ങയുടെ രഥങ്ങളിലും സവാരി ചെയ്തപ്പോൾ അങ്ങയുടെ കോപം നദികൾക്കെതിരെയും അങ്ങയുടെ രോഷം സമുദ്രത്തിനെതിരെയും ആയിരുന്നു. അങ്ങയുടെ വില്ല് സുസജ്ജമായിരിക്കുന്നു. അസ്ത്രങ്ങളോ ശബ്ദങ്ങൾ ഉരുവിട്ടുകൊണ്ടാണ്. സലാം. അങ്ങ് നദികൾ കൊണ്ട് ഭൂമിയെ പിളർക്കുന്നു. പർവ്വതങ്ങൾ അങ്ങയെ കണ്ടു വിറച്ചു. ജലപ്രവാഹം വാർന്നുപോയി. ആഴം തൻ്റെ സ്വരം പുറപ്പെടുവിച്ചു. ഉന്നതത്തിലേക്ക് തൻ്റെ കൈകൾ ഉയർത്തി. സൂര്യനും ചന്ദ്രനും ഉയരങ്ങളിൽ നിലകൊള്ളുന്നു. അവ സഞ്ചരിക്കുന്നത് അങ്ങയുടെ അസ്ത്രങ്ങളുടെ പ്രകാശത്തിലാണ്, അങ്ങയുടെ കുന്തത്തിൻ്റെ മിന്നൽ വെട്ടത്തിലും. അങ്ങ് അമർഷത്തോടെ ഭൂമിയെ ചവിട്ടി, കോപത്തോടെ ജനതകളെ മെതിച്ചു. അങ്ങയുടെ ജനത്തെ രക്ഷിക്കുന്നതിനു വേണ്ടി, അങ്ങയുടെ അഭിഷിക്തനെ രക്ഷിക്കുന്നതിനു വേണ്ടി അങ്ങ് പുറപ്പെട്ടു. അങ്ങ് ദുഷ്ടൻ്റെ ഭവനത്തിൽ നിന്ന് തല തകർത്തു, കല്ലുവരെ അതിൻ്റെ അടിത്തറ അനാവൃതമാക്കി. സലാ. എന്നെ ചിതറിക്കാൻ ചീറിയെടുത്ത അവൻ്റെ പ്രമാണിമാരുടെ തല അങ്ങ് അവൻ്റെ തന്നെ ദണ്ടുകൾ കൊണ്ട് കുത്തിപ്പിളർന്നു. അഗതിയെ ഒളിവിൽ വിഴുങ്ങാനെന്ന പോലുള്ളതായിരുന്നു അവരുടെ അർമാദം. പെരുവെള്ളങ്ങളുടെ കൂമ്പാരമായ സമുദ്രത്തിൽ അശ്വാരൂഢനായി അങ്ങ് നടന്നു. ഞാൻ കേട്ടു, എൻ്റെ ഉദരം കലുഷിതമായി. സ്വരത്തിനായി എൻ്റെ അധരങ്ങൾ കുട്ടിയടിക്കുന്നു. എൻ്റെ അസ്ഥികളിൽ ക്ഷയം പ്രവേശിക്കുന്നു. എൻ്റെ കീഴ്ഭാഗത്ത് ഞാൻ പതറി. ഞങ്ങളെ ആക്രമിക്കുന്ന ജനത്തിനെതിരെ ഉയർന്നു വരാനിരിക്കുന്ന കഷ്ടകാലം വരെ ഞാൻ അടങ്ങിയിരിക്കും. അത്തിവൃക്ഷം പൂക്കുന്നില്ലെങ്കിലും, മുന്തിരിയിൽ ഫലങ്ങളില്ലെങ്കിലും, ഒലിവുമരത്തിൻ്റെ വിളവ് ചതിച്ചാലും, വയലുകൾ ഭക്ഷ്യം ഉളവാക്കുന്നില്ലെങ്കിലും, ആട്ടിൻപറ്റം ആലയിൽ നിന്ന് അറ്റുപോയാലും, കന്നുകാലിക്കൂട്ടം തൊഴുത്തുകളിൽ ഇല്ലാതായാലും ഞാൻ കർത്താവിൽ ആനന്ദിക്കും, എൻ്റെ രക്ഷയുടെ ദൈവത്തിൽ ആഹ്ലാദിക്കും. നാഥനായ കർത്താവാണ് എൻ്റെ കരുത്ത്. അവിടുന്ന് എൻ്റെ കാലുകൾ കലമാനുകളുടേതുപോലെയാക്കി. എൻ്റെ മേടുകൾക്കുമേൽ അവിടുന്ന് എന്നെ വഴി നടത്തുന്നു. ഗായക നേതാവിന് എൻ്റെ തന്ത്രിവാദ്യങ്ങളോടെ. തങ്ങളുടെ പുസ്തകം 11-ാം അധ്യായം 5 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. നിഷ്കളങ്കൻ്റെ നീതി അവൻ്റെ വഴി ഋജുവാക്കുന്നു. സ്വന്തം ദുഷ്ടത നിമിത്തം ദുഷ്ടൻ നിബദിക്കുന്നു. ധർമ്മിഷ്ഠരെ അവരുടെ നീതി മോചിപ്പിക്കുന്നു. അവിശ്വസ്തർ തങ്ങളുടെ ആർത്തി നിമിത്തം പിടിക്കപ്പെടും. മരണത്തോടെ ദുഷ്ടമനുഷ്യൻ്റെ പ്രത്യാശ നശിക്കും. ദൈവനിഷേധിയുടെ പ്രതീക്ഷയും നശിക്കുന്നു. നീതിമാൻ ദുരിതത്തിൽ നിന്ന് രക്ഷിക്കപ്പെടുന്നു. ദുഷ്ടനാണ് അവന് പകരം പോകുന്നത്.